അംബേദ്കർ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ച് ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉന്നത പഠനം നേടാൻ ആഗ്രഹിക്കുന്ന ദളിത് വിദ്യാർത്ഥികൾക്കായാണ് സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചത്. ഡൽഹിയിൽ നിന്നുള്ള ഏതൊരു ദളിത് വിദ്യാർത്ഥിക്കും വിദേശ സർവകലാശാലകളിൽ വിദ്യാഭ്യാസം നേടാനാകും. അത്തരത്തിലുള്ള ഏതെങ്കിലും സർവകലാശാലയിൽ പ്രവേശനം ലഭിച്ചാൽ അവരുടെ വിദ്യാഭ്യാസം, യാത്ര, താമസം എന്നിവയുടെ മുഴുവൻ ചിലവും ഡൽഹി സർക്കാർ വഹിക്കുമെന്ന് കെജ്രിവാൾ പറഞ്ഞു. അംബേദ്കറെ അപമാനിച്ച ബിജെപിക്കുള്ള മറുപടിയാണ് അംബേദ്കർ സമാജ് സ്കോളർഷിപ്പ് എന്ന് കേജ്രിവാൾ കൂട്ടിച്ചേർത്തു. സർക്കാർ ജീവനക്കാരുടെ കുട്ടികൾക്കും പദ്ധതിക്ക് അർഹതയുണ്ടാകും. ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്റെ പാർട്ടി അധികാരത്തിൽ തിരിച്ചെത്താൻ പ്രായപൂർത്തിയായ എല്ലാ സ്ത്രീകൾക്കും പ്രതിമാസം 2100 രൂപയും മുതിർന്ന പൌരന്മാർക്ക് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ സൗജന്യ ചികിത്സയും നൽകുമെന്ന് AIP മേധാവി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഡിസംബർ 17 രാജ്യസഭയിൽ അമിത്ഷാ നടത്തിയ പരാമർശത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിരുന്നു. അംബേദ്കറുടെ പേര് ആവർത്തിച്ച് വിളിക്കുന്ന ഒരു ഫാഷൻ ഇപ്പോഴുണ്ടെന്ന് പറഞ്ഞ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രതിപക്ഷം പലപ്പോഴും ദൈവത്തിന്റെ പേര് എടുത്തിരുന്നുവെങ്കിൽ അവർ സ്വർഗത്തിൽ എത്തുമായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പരാമർശം വ്യാപക വിമർശനത്തിന് ഇടയാക്കിയത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.